എവിടേക്കാ ഗിരിയേട്ട എന്നെ കൊണ്ടുപോകുന്നത്? സ്റ്റെപ്പുകൾ ഇറങ്ങുന്നത് പോലെ അവൾക്ക് തോന്നിയതും അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു. എന്നാൽ അവൻ അതിന് ഉത്തരവൊന്നും പറഞ്ഞില്ല. അവർ താഴേക്ക് ഇറങ്ങി ചെന്നതും അവൻ്റെ അമ്മ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അവരെന്തോ ചോദിക്കാനായിട്ട് തുടങ്ങിയതും അവൻ പെട്ടെന്ന് അവൻ്റെ ചുണ്ടിൽ ചൂണ്ടുവിരൽ വെച്ചിട്ട് ഒന്നും മിണ്ടരുതെന്ന് കാണിച്ചു. എവിടേക്ക് പോകുക എന്ന് അവർ കൈകൊണ്ട് അവനെ ആക്ഷൻ കാണിച്ച് ചോദിച്ചു. അതിന് അവളെ അവിടെ നിർത്തിയിട്ട് അവൻ അവരുടെ അടുത്തേക്ക് ചെന്നു. അമ്മ കതകടച്ചിട്ട് കിടന്നോ, ഞങ്ങൾ നാളെ രാവിലെ വരുള്ളൂ. അവൻ ചിരിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു. ഈ തണുപ്പത്ത് നീ അവളെയും കൂട്ടി എവിടേക്ക് പോവാ? അവർ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഇന്ന് ഞങ്ങളുടെ സ്പെഷ്യൽ ഡേ അല്ലേ അമ്മ? അതൊരു സ്പെഷ്യലായിട്ട് തന്നെ ഇരുന്നോട്ടെ. ഞങ്ങൾ ഈ പരിസരത്ത് തന്നെ ഉണ്ട്. അമ്മ കതകടച്ചിട്ട് പോയി കിടന്നുറങ്ങിക്കോ. നാളെ രാവിലെ ഞാൻ വരുമ്പോൾ വിളിക്കാം. അവൻ അവരെ നോക്കി മറുപടി പറഞ്ഞു. ദൂരേക്കെങ്ങും പോവല്ലേ മോനെ? അവർ അവനെ നോക്കി അവലാതിയോടുകൂടി പറഞ്ഞു. ഇല്ലമ്മേ, എങ്ങും പോവില്ല, ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട്. അവൻ ചിരിച്ചുകൊണ്ട് അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവരും പുഞ്ചിരിച്ചു. അവൻ വീണ്ടും വന്ന് മിത്രയുടെ കയ്യിൽ പിടിച്ചു. എവിടെ പോയതാ ഗിരിയേട്ടാ? അവൻ വന്നതും അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു. ഒന്നുമില്ല, അവൻ അവളോട് പറഞ്ഞിട്ട് അവളെയും കൂട്ടി വെളിയിലേക്ക് ഇറങ്ങി. അവളെയും കൂട്ടി ഒരു സ്ഥലത്തേക്ക് എത്തി. പിന്നെ അവളുടെ പുറകിലേക്ക് നിന്നുകൊണ്ട് അവളുടെ കണ്ണിൽ കെട്ടിയിരുന്ന ഷോൾ അഴിച്ചു. അവൾ പതിയെ കണ്ണുകൾ ചിമ്മി തുറന്നു. മുൻപിൽ കാണുന്ന കുളം കണ്ടതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. നല്ല നിലാവുണ്ടായിരുന്നതുകൊണ്ട് അവിടെ ഇപ്പോൾ നല്ല പ്രകാശമായിരുന്നു. നല്ല തെളിഞ്ഞ കുളത്തിൽ അമ്പിളിമാവനെ നല്ലതുപോലെ കാണാം. ചുറ്റും പലതരം പ്രാണികളുടെ ശബ്ദം. പക്ഷെ ആളനക്കമോ ഒച്ചയോ ഒന്നുമില്ല. അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവിടെ പുഞ്ചിരിയാണ്. എന്താ ഗിരിയേട്ടാ, നമ്മളെന്തിനാ ഇവിടേക്ക് വന്നത്? അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു. എന്തിനായിരിക്കും? നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഞാൻ എന്തേലും നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോന്ന്? അവൻ കൈകൾ മാറിൽ കെട്ടി ചെറിയ ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അവൾ കുറച്ചു നിമിഷം ഒന്ന് ആലോചിച്ചുകൊണ്ട് നിന്നു. പിന്നെ എന്തോ ഓർത്തതും അവളുടെ മുഖം ചുവന്നു വന്നു. അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു. എന്താ, ആലോചിച്ചോ? അവൻ സംശയത്തോട് ചോദിച്ചതും അവളുടെ ഉള്ളിൽ കൂടി ആ നിമിഷം കടന്നുപോയി. അന്ന് ഇതേ കുളപ്പടവിൽ വെച്ച് അവൻ അവളോട് പറഞ്ഞത് അവൾ ഓർത്തു. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഇവിടെ ഈ കുളപ്പടവിൽ നിലാവിൻ്റെ സാന്നിധ്യത്തിൽ നമ്മുടെ ആദ്യരാത്രി ആഘോഷിക്കാൻ. അവൻ്റെ വാക്കുകൾ അവളുടെ മനസ്സിൽ കൂടി കടന്നു പോയതും അവൾ നാണത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഇന്ന് നമ്മൾ ഇവിടെയാണ്, ഈ നിലാവിൻ്റെ സാന്നിധ്യത്തിലാണ് ഒന്നാകാൻ പോകുന്നത്. അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ നാണത്താൽ മുഖം താഴ്ത്തി. കുറച്ചു നിമിഷം കഴിഞ്ഞിട്ടും ഒന്നും സംഭവിക്കാഞ്ഞതും അവൾ പതിയെ മുഖമുയർത്തി അവനെ ഒന്ന് നോക്കി. തൻ്റെ മുഖത്തേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് കൈകൾ രണ്ടും മാറിൽ കെട്ടി നിൽക്കുകയാണവൻ. അവൾ നോക്കുന്നത് കണ്ടതും അവൻ പുരികം പൊക്കി എന്താണെന്നുള്ള രീതിയിൽ അവളോട് തിരികെ ചോദിച്ചു. അവളാണെങ്കിൽ ഒന്നുമില്ല എന്ന് അവനെ നോക്കി ചുമലനക്കി. പെട്ടെന്ന് അവൻ കുറച്ചും കൂടി അവളുടെ അടുത്തേക്ക് ചെന്നു നിന്നു. അവൻ്റെ സാന്നിധ്യം കുറച്ചും കൂടി അവളിലേക്ക് അടുത്തതും അവളുടെ ഹൃദയമിടിപ്പ് കൂടാൻ തുടങ്ങി. പേടി തോന്നുന്നുണ്ടോ? അവൻ പതിയെ മിത്രയോട് ചോദിച്ചു. അവൾ വീണ്ടുമില്ലെന്ന് അവനെ നോക്കി പറഞ്ഞു. ഒട്ടും പേടി തോന്നുന്നില്ലേ? അവൻ കുറേയും കൂടി അവളുടെ അടുത്തേക്ക് വന്നു. കിരിയേട്ടാ, അവൾ അവൻ്റെ ഷർട്ടിൽ അമർത്തി പിടിച്ചുകൊണ്ട് വിളിച്ചു. എന്തിനാ ഇങ്ങനെ വിറയ്ക്കുന്നത്? അവൻ അവളോട് ചോദിച്ചതും അവൾ മുഖം കൂർപ്പിച്ചു വെച്ച് അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ അവളുടെ ഇടുപ്പിൽ കൂടി കൈയിട്ട് അവളെ അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു പിടിച്ചു. അവൾ ഒന്നുകൂടി അവൻ്റെ ശരീരത്തിലേക്ക് അമർന്നു. ഇന്ന് നമ്മൾ ഒന്നാകാൻ പോവാ. അവൻ്റെ ചുണ്ടിൽ അത് പറയുമ്പോൾ ഒരു കുസൃതി ചിരി വിരിഞ്ഞു. അത് കാണും തോറും അവളുടെ ഹൃദയമിടിപ്പ് കൂടിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് അവൻ്റെ ഇടത് കൈ അവളുടെ അരക്കെട്ടിൽ അമർന്നു. അവൾ ഞെട്ടിക്കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൾ നോക്കുന്നത് കണ്ടതും അവൻ പുരുകം പൊക്കി എന്താണെന്ന് അവളോട് ചോദിച്ചു. അവൾ പെട്ടെന്ന് അവൻ്റെ നെഞ്ചിലേക്ക് മുഖം അമർത്തി വെച്ചു. കുറച്ചു നേരം അവർ രണ്ടുപേരും അങ്ങനെ തന്നെ നിന്നു. ചിരിയോടെ അവളെ തൻ്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചിരുന്നു. മിത്ര. കുറച്ചു നിമിഷത്തിന് ശേഷം അവൻ പതിയെ വിളിച്ചു. അവൾ അവൻ്റെ നെഞ്ചിൽ നിന്നും തല മാത്രം ഉയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ അവളുടെ നെറ്റിയുടെ ഒരു വശത്തായിട്ട് തൻ്റെ ചുണ്ടുകൾ അമർത്തി. അവൾ കണ്ണുകൾ അടച്ചുകൊണ്ട് അവയെ സ്വീകരിച്ചു. പെട്ടെന്ന് അവൻ അവളുടെ ശരീരത്തിൽ പിടിച്ചിരുന്ന കൈകൾ അയഞ്ഞു. അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഉടനെ അവൻ അവളുടെ മുഖം തൻ്റെ കൈകളിൽ എടുത്തു. അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖം ആകെ അലഞ്ഞു. അത് കാണുന്തോറും അവൾക്ക് പരവേശം വെപ്രാളും ഒക്കെ തോന്നി. അവൻ അവളുടെ മുഖം കുറച്ച് ചരിച്ചു പിടിച്ചുകൊണ്ട് അവളുടെ ചുണ്ടിലേക്ക് അവൻ്റെ ചുണ്ടുകൾ ചേർത്തു. അവളൊന്ന് ഏങ്ങിക്കൊണ്ട് അവൻ്റെ ഷർട്ടിൽ പിടിമുറുക്കി. അവൻ അവളുടെ ചുണ്ടുകൾ തൻ്റെ ചുണ്ടുകളാൽ നുണഞ്ഞു. അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു പിടിച്ചു. അവളുടെ മേൽചുണ്ടും കീഴ്ചുണ്ടും അവൻ്റെ ചുംബന ചൂടിൽ അലിഞ്ഞു തുടങ്ങി.
അവർ രണ്ടും അവൻ്റെ ഉമിനീരിനാൽ കുതിർന്നു. കുറച്ച് നിമിഷം കൊണ്ട് തന്നെ അവൾ ആ ചുംബനത്തിൽ അടിമപ്പെട്ടു തുടങ്ങിയിരുന്നു. ഏതോ നിമിഷത്തിൽ അവളും തിരികെ അവനെ ചുംബിച്ചു തുടങ്ങി. അവർ ഇരുവരും പരസ്പരം മത്സരിച്ച് ചുംബിച്ചു. അവസാനം അവളുടെ ചുണ്ടുകളെ ഒന്ന് അമർത്തി കടിച്ചു വിട്ടുകൊണ്ട് അവൻ അവളുടെ ചുണ്ടിനെ സ്വതന്ത്രമാക്കി. അവൻ അവളുടെ കയ്യിൽ പിടിച്ചു. അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ അവളുടെ കയ്യിൽ പിടിച്ചിട്ട് ആ പടവുകൾ ഇറങ്ങി. വേണ്ട ഗിരിയേട്ടാ, എനിക്ക് തണുക്കും, അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അന്ന് നമ്മളിവിടെ ഇറങ്ങിയപ്പോൾ മിത്രയ്ക്ക് തണുത്തായിരുന്നോ? അവൻ ചിരിച്ചുകൊണ്ട് തിരികെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൾ സംശയത്തോടെ നോക്കി. പറയ്, അന്ന് നമ്മൾ രണ്ടുപേരും ഈ കുളത്തിൽ ഇറങ്ങിയപ്പോൾ നിനക്ക് തണുത്തിട്ടുണ്ടായിരുന്നോ? അവൻ ചോദിക്കുന്നത് കേട്ട് അവളുടെ മുഖം നാണം കൊണ്ട് ചുവന്നു. ഇല്ല, അവൾ അവനെ നോക്കി മറുപടി പറഞ്ഞു. അതെന്താ അപ്പം തണുക്കാത്തത്? അവൻ കുസൃതിയോടെ വീണ്ടും അവളോട് ചോദിച്ചു. തണുക്കാൻ ഗിരിയേട്ട് സമ്മതിച്ചില്ലല്ലോ. അത് പറയുമ്പോൾ അവളുടെ മുഖത്ത് ഒരു കുസൃതി ചിരിയായിരുന്നു. അത് കേട്ടതും അവൻ അവളെയും കൂട്ടി ആ പടവുകൾ താഴേക്കിറങ്ങി. അവൻ വെള്ളത്തിലേക്ക് ഇറങ്ങിയതിനു ശേഷം അവളെയും ആ തണുത്ത വെള്ളത്തിലേക്ക് പിടിച്ചിറക്കി. അവൾ കാലുകൾ വെള്ളത്തിലേക്ക് സ്പർശിച്ചപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി ആ വെള്ളത്തിന് നല്ല തണുപ്പുണ്ടെന്ന്. അവൾ ദയനീയമായി അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഞാനല്ലേ പറയുന്നത്, തണുക്കില്ല. അവൻ വീണ്ടും അവളെ വിളിച്ചതും അവൾ തലയാട്ടിക്കൊണ്ട് അവൻ്റെ ഒപ്പം ആ കുളത്തിലിറങ്ങി. നിന്റെ നനഞ്ഞ ശരീരം സ്വന്തമാക്കാനാ എനിക്കിഷ്ടം, അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ കിടുകിടാ വിറച്ചു. അവർ ഇരുവരുടെയും നെഞ്ചിൻ്റെ ഭാഗം വരെയുള്ള ശരീരം വെള്ളത്തിലായി. പെട്ടെന്ന് അവൾ പോലും പ്രതീക്ഷിക്കാത്ത നേരത്ത് അവൻ അവളെ കെട്ടിപ്പിടിച്ചു. അവൻ്റെ മുഖം അവളുടെ കഴുത്തിടുക്കിലേക്ക് അവൻ അമർത്തി വെച്ചു. അവളൊന്ന് ഞെട്ടിപ്പോയെങ്കിലും പിന്നെ അവനെ തന്നോട് ചേർത്ത് പിടിച്ചു. അവൻ്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിൽ അലയാൻ തുടങ്ങി. ചുണ്ടുകൾ കൊണ്ട് അവൻ അവളുടെ കഴുത്തിൽ ചുംബിക്കുകയും കടിക്കുകയും ഒക്കെ ചെയ്തു. അതിൻ്റെ പ്രതിഫലനമായി അവളിൽ നിന്നും ഒരു മൂളലുണ്ടായി. അത് കേൾക്കാൻ എന്ന പോലെ അവൻ വീണ്ടും വീണ്ടും അത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരുന്നു. ഗിരിയേട്ടാ, വേണ്ട, അവൾ ദയനീയമായി അവനോട് പറഞ്ഞതും അവൻ ഒരു ചിരിയോടെ അവളുടെ ചെവിയിലേക്ക് തൻ്റെ ചുണ്ടുകൾ അമർത്തി. പെട്ടെന്ന് അവൻ അവളെ തിരിച്ചു നിർത്തി. അവളുടെ പുറകുവശത്തെ മുടികളെ മുഴുവൻ മുൻപിലേക്കാക്കി വെച്ചു. അവളൊരു ബനിയനും പാൻറ്റുമായിരുന്നു വേഷം. അവൻ മുടികളെ മുൻപിലേക്ക് വകഞ്ഞു മാറ്റിക്കൊണ്ട് അവളുടെ പിൻകഴുത്തിൽ ചുണ്ടുകൾ ചേർത്തു. അവൾ തൻ്റെ കൈകൾ രണ്ടും പെട്ടെന്ന് ചുരുട്ടിപ്പിടിച്ചു. നിലാവിൻ്റെ വെളിച്ചത്തിൽ കാണുന്ന അവളുടെ പുറമേനയെ അവൻ ചുംബനങ്ങൾ കൊണ്ട് മൂടി. ഗിരിയേട്ടാ, അവൾ വീണ്ടും വിളിച്ചുകൊണ്ടേയിരുന്നു. അവനെ നോക്കാൻ കഴിയാത്തതുപോലെ അവൾ മുഖം കുനിച്ചു വെച്ചു. പെട്ടെന്ന് അവൻ ഇരു കൈകളിലും അവളെ പൊക്കിയെടുത്തു. ഗിരി, അവൾ ബാക്കി വിളിക്കാൻ തുടങ്ങിയപ്പോഴേക്കും അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. അവൾ നാണത്തോടെ അവനെ നോക്കിയിരുന്നു. പെട്ടെന്ന് അവൻ അവളുടെ ചുണ്ടിലൊന്ന് ചുംബിച്ചു. പിന്നെ അവളെ എടുത്ത് ആ പടവിലേക്ക് കിടത്തി. അവൻ അവളെ നോക്കിക്കൊണ്ട് തന്നെ തൻ്റെ ഷർട്ട് അഴിക്കാൻ തുടങ്ങി. തന്നെ നോക്കി ഷർട്ടിൻ്റെ ബട്ടൺസ് ഓരോന്നും അഴിക്കുന്ന അവൻ്റെ മുഖത്തെ ഭാവം കണ്ട് അവളുടെ ശരീരം ഒന്ന് ആസകലം വിറയ്ക്കുകയായിരുന്നു. അവൾ ഉമിനീരിറക്കി. വെള്ളത്തുള്ളികൾ നിലാവിൻ്റെ വെളിച്ചത്തിൽ അവളുടെ ശരീരത്തിൽ തിളങ്ങുന്നുണ്ട്. ആകെ നനഞ്ഞിരിക്കുകയായിരുന്നു അവൾ. ഞാൻ എന്നെ ഒന്ന് കാണിക്കാൻ പറഞ്ഞപ്പോൾ നിനക്ക് എന്തായിരുന്നു ജാട? അന്നേ ഞാൻ പറഞ്ഞതല്ലേ എനിക്കൊരവസരം വരുമെന്ന്. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൾ ദയനീയമായി നോക്കി. ഏട്ടാ, അവളിൽ നിന്നും ഒരു വിളിയുണ്ടായി. എന്നാൽ അവയൊക്കെ അവഗണിച്ചുകൊണ്ട് അവൻ അവളെ ചുംബിച്ചിരുന്നു. ആദ്യമായി അനുഭവിക്കുന്ന അവൻ്റെ ചുണ്ടിൻ്റെ ചൂടിൽ അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു പിടിച്ചു. അവൻ്റെ ചുണ്ടുകളും നാവും അവളുടെ നഗ്നമായ വയറിലും അലഞ്ഞു. അവയിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന വെള്ളത്തുള്ളികൾ അവൻ നാവുകൊണ്ട് തന്നെ ഒഴിഞ്ഞെടുത്തു. ഗിരിയേട്ടാ, പ്ലീസ്. അവൻ്റെ നോട്ടമൊന്നും താങ്ങാൻ കഴിയാത്തതുപോലെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി വിളിച്ചു. അവളുടെ ഉള്ളം കാല് മുതൽ മുകളിലേക്ക് അവൻ ചുണ്ടുകൾ ചേർത്തു. ഇരുവരുടെയും ശരീരം പരസ്പരം അറിയാൻ വേണ്ടി തയ്യാറെടുക്കുകയായിരുന്നു. അവൻ്റെ ചുണ്ടുകളും നാവും ഓരോ തവണ അവളുടെ ശരീരത്തിൽ സ്പർശിക്കുമ്പോഴും അവളിൽ നിന്നും ഒരു നേർത്ത ശബ്ദം പുറത്തേക്ക് വന്നു. അതവനെ കൂടുതലും ഭ്രാന്ത് പിടിപ്പിക്കുന്നത് പോലെ അവന് തോന്നി. ഒടുവിൽ തൻ്റെ പെണ്ണിനെ പൂർണ്ണമായും അവൻ സ്വന്തമാക്കി അവളുടെ കഴുത്തിടുക്കിലേക്ക് മുഖം അമർത്തി കിടക്കുമ്പോൾ അവൾ പൂർണ്ണയായ സന്തോഷത്തിൽ അവനെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇരുവരുടെയും കിതപ്പൊന്നടങ്ങിയതും അവൻ അവളിൽ നിന്നും അകന്നു കിടന്നു. അവൾ അവൻ്റെ നഗ്നമായ നെഞ്ചിൽ തലവെച്ചുകൊണ്ട് അവനെ ചുറ്റിപ്പിടിച്ചു. അവൻ അവളുടെ നെറ്റിയിലൊന്ന് അമർത്തി ചുംബിച്ചുകൊണ്ട് അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്നു. അവളുടെ കണ്ണുകൾ അടഞ്ഞു വന്നു. തണുക്കുന്ന അവളുടെ ശരീരം ചൂട് കിട്ടാൻ വേണ്ടി അവനിലേക്ക് അവൾ ഒന്നുകൂടി അമർത്തി വെച്ചു. വീണ്ടും എന്നെ ഭ്രാന്ത് പിടിപ്പിക്കാൻ പോവുകയാണോടി? അത് കേട്ടതും അവൾ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി.
അങ്ങോട്ട് നീങ്ങിക്കിടക്കടി, അവൻ കപട ദേഷ്യത്തോടെ പറഞ്ഞു. പോടാ പട്ടി, എനിക്ക് തണുക്കുന്നു. അവൾ ഒന്നുകൂടി അവൻ്റെ ശരീരത്തിലേക്ക് അമർന്നുകൊണ്ട് പറഞ്ഞു. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ ഒന്നുമല്ല കേട്ടോ. അവൻ ചിരിയോടെ ആകാശത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ വീണ്ടും അവൻ്റെ നെഞ്ചിൽ നിന്നും തലയുയർത്തി അവനെ ഒന്ന് നോക്കി. അവൾ നോക്കുന്നത് കണ്ട് അവനും തിരികെ അവളുടെ മുഖത്തേക്ക് നോക്കി. ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല, അവൻ അവളുടെ ശരീരത്തിലേക്കൊന്ന് ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൾ അവൻ്റെ നഗ്നമായ നെഞ്ചിൽ അമർത്തി കടിച്ചു. അവൻ ചിരിച്ചുകൊണ്ട് അവളെ തന്നോട് ചോർത്ത് പിടിച്ചിരുന്നു. അവൾ അവനെ പൂർണ്ണ അർത്ഥത്തിൽ സ്വന്തമാക്കിയ സന്തോഷത്താൽ കണ്ണുകൾ അടച്ചു. അവനും അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തൻ്റെ കണ്ണുകളെ അടച്ചിരുന്നു. മയക്കത്തിലും ഇരുവരുടെയും ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. പരം സ്വന്തമായതിൻ്റെ ഒരു പുഞ്ചിരി. പിറ്റേന്ന് വെളുപ്പിന് മിത്ര, മിത്ര, തൻ്റെ നെഞ്ചോട് ചേർന്ന് പറ്റിപ്പിടിച്ച് കിടക്കുന്ന പെണ്ണിനെ അവൻ തട്ടി വിളിച്ചു. അവളൊന്നും മൂളിക്കൊണ്ട് അവനിലേക്ക് ഒന്നും കൂടി അമർന്നു കിടന്നു. മിത്ര, ദേ നേരം വെളുത്തു തുടങ്ങി. ഇങ്ങനെ കിടന്നാൽ മതിയോ? നമുക്ക് വീട്ടിലേക്ക് പോവണ്ടേ? അവൻ വീണ്ടും അവളുടെ മുന്നിലേക്ക് കിടക്കുന്ന മുടികളെ മാടി ഒതുക്കിക്കൊണ്ട് ചോദിച്ചു. അവൾ വേണ്ട എന്നുള്ള രീതിയിൽ ഒന്ന് മൂളി. വേണ്ടേ? പോവണ്ടേ? അവൾ ഉറക്കച്ചെവിടിൽ പറയുന്നത് കേട്ട് അവൻ ചിരിച്ചുകൊണ്ട് വീണ്ടും ചോദിച്ചു. ഞാൻ കുറച്ചു നേരം കൂടി കിടന്നോട്ടെ ഗിരിയേട്ടാ, പ്ലീസ്, ശല്യപ്പെടുത്തല്ലേ. അവൾ ഒന്നുകൂടി അവനിലേക്ക് ചുരുണ്ടുകൂടി. ഒന്ന് കണ്ണു തുറന്ന് നമ്മുടെ കോലം നോക്കിക്കേ, എന്നിട്ട് പോണോ വേണ്ടായോ എന്ന് പറ. അവൻ വീണ്ടും ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞതും അവൾ പതിയെ കണ്ണുകൾ തുറന്നു. പിന്നെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൾ നോക്കുന്നത് കണ്ട് അവൻ പുരികം പൊക്കി അവളോട് സംശയത്തോടെ എന്താണെന്ന് ചോദിച്ചു. എന്തിനാ ഗിരിയേട്ടാ എന്നെ ഇങ്ങനെ ശല്യം ചെയ്യുന്നേ? ഞാൻ ഒന്ന് ഉറങ്ങിക്കോട്ടെ. അവൾ വീണ്ടും ചിണുങ്ങി. ഉറങ്ങണ്ടാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, ബാക്കിയൊക്കെ നമ്മുടെ വീട്ടിൽ ചെന്നിട്ട് ഉറങ്ങാം. ഡ്രസ്സൊക്കെ എടുത്ത് ഇട്ടിട്ട് വാ. അത് പറഞ്ഞപ്പോഴാണ് അവൾ സ്വയം ശരീരത്തിലേക്ക് നോക്കുന്നത്. നഗ്നത തീർത്ത തങ്ങളുടെ ശരീരം കണ്ടതും അവൾക്കാകെ നാണം തോന്നി. ഇതുകൊണ്ടാണ് ഞാൻ വിളിച്ചെഴുന്നേൽപ്പിച്ചത്. ഇങ്ങനെ കിടന്ന് ആരേലും വന്നാ എൻ്റെ പെണ്ണിൻ്റെ എല്ലാം കണ്ടുകൊണ്ട് പോയില്ലേ? ഞാൻ മാത്രം കാണേണ്ടത് അങ്ങനെ വേറെ ആരും കാണണ്ട. എനിക്കതൊന്നും ഇഷ്ടമല്ല. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ്റെ ആ സംസാരം കേട്ടിട്ട് അവൾ പൊട്ടിച്ചിരിച്ചു. പിന്നെ അവനിൽ നിന്നും അകന്നുകൊണ്ട് എഴുന്നേറ്റ് താഴെ ചിതറിക്കിടന്ന ഡ്രസ്സൊക്കെ എടുത്തിട്ടു. വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അമ്മയോട് നമ്മൾ എവിടെ പോയതാണെന്ന് പറയും. നഖം കടിച്ചുകൊണ്ട് അവനെ നോക്കി ചോദിച്ചു. അതൊക്കെ ഞാൻ പറയേണ്ടതുപോലെ പറഞ്ഞോളാം, നീ ഒന്നും മിണ്ടാതെ എൻ്റെ കൂടെ നിന്നാൽ മതി. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ തലയാട്ടി. അവർ രണ്ടുപേരും കൂടി വീട്ടിലേക്ക് ചെന്നു. വെളുപ്പിനായതുകൊണ്ട് തന്നെ അവൻ്റെ അമ്മ എഴുന്നേറ്റിട്ടില്ലായിരുന്നു. അവൻ ചെന്ന് കോളിംഗ് ബെല്ലടിച്ചു. എന്നാൽ അവർ കതക് തുറന്നില്ല. അപ്പോഴേക്കും അവൻ്റെ ഫോണിലേക്ക് അവൻ്റെ അമ്മയുടെ കോള് വന്നിരുന്നു. അമ്മ, ഞങ്ങൾ തന്നെയാണ് ബെല്ലടിച്ചത്, അമ്മ വന്ന് കതക് തുറക്ക്. അവരാണോ എന്നുള്ള സംശയം കൊണ്ടാണ് അവർ കതക് തുറക്കാത്തതെന്ന് മനസ്സിലായ അവൻ അവർ വിളിച്ചത് അവരോട് പറഞ്ഞു. അവരതിന് ഓക്കെ പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു. പിന്നെ ചെന്ന് കതക് തുറന്നു. ഈ സമയമായതുകൊണ്ട് നിങ്ങൾ തന്നെയാണോ എന്നൊരു സംശയം, അതുകൊണ്ടാണ് ഒന്ന് വിളിച്ചു നോക്കിയിട്ട് കതക് തുറക്കാമെന്ന് കരുതിയത്. കതക് തുറന്നതിന് ശേഷം അവർ അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ അവരെ നോക്കി ഒന്ന് ചിരിച്ചു. അമ്മ ഡോറ് തുറക്കാഞ്ഞപ്പോൾ തന്നെ ഗിരിയേട്ടൻ പറഞ്ഞിരുന്നു, അതുകൊണ്ടായിരിക്കുമെന്ന്. മിത്ര ചിരിച്ചുകൊണ്ട് അവരുടെ മുഖത്തേക്ക് നോക്കി മറുപടി പറഞ്ഞു. കല്യാണം കഴിഞ്ഞ് ഈ രാത്രി തന്നെ നിങ്ങൾ ഇന്നലെ എവിടേക്കാണ് പോയത്? പിന്നെ നിങ്ങൾ രണ്ടുപേരും കൂടി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇവനെ വിളിച്ച് ശല്യം ചെയ്യാഞ്ഞത്. ഇവൻ ഒറ്റയ്ക്കായിരുന്നു പോയിരുന്നതെങ്കിൽ ആദ്യമായിരുന്നു ഞാൻ ഇന്നലെ ചത്തേനെ. എവിടേക്കാണ് പോകുന്നതെന്ന് ഞാൻ എത്ര തവണ ഇവനോട് ചോദിച്ചു. രണ്ടുപേരും അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. അവർ കുറച്ച് പിണക്കമുള്ളതുപോലെ അവർ രണ്ടുപേരെയും നോക്കി പറഞ്ഞതും ഗിരി ചിരിച്ചു. മിത്ര ദയനീയമായി ഗിരിയുടെ മുഖത്തേക്ക് നോക്കി. അമ്മേ, ഗിരിയേട്ടനെ എവിടേക്കാണ് ഇന്നലെ കൊണ്ടുപോകുന്നതെന്ന് എനിക്കും അറിയില്ലായിരുന്നു. അറിയാമായിരുന്നുവെങ്കിൽ ഞാൻ എന്തായാലും അമ്മയോട് പറഞ്ഞിട്ടല്ലേ പോവുള്ളൂ. അവൾ അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവർ ഗിരിയെ നോക്കി. ഇനിയെങ്കിലും പറ, നിങ്ങൾ ഇന്നലെ രാത്രിയിൽ എവിടെയായിരുന്നു? അവർ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അതൊന്നുമില്ല അമ്മേ, ഞങ്ങൾ രണ്ടുപേരും കൂടി നമ്മുടെ കുളപ്പടവിൽ തന്നെ ഉണ്ടായിരുന്നു. ഇവൾക്ക് അവിടെ ചെന്നിരുന്ന് സംസാരിക്കണമെന്ന് കല്യാണം ഉറപ്പിച്ച സമയത്ത് എന്നോട് പറയായിരുന്നു. അപ്പോൾ പിന്നെ അതങ്ങ് സാധിച്ചു കൊടുക്കാമെന്ന് കരുതി. അവൻ കുസൃതി ചിരിയോടെ അവളെ നോക്കിക്കൊണ്ട് അവരോട് പറഞ്ഞതും അവർക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിരുന്നു. കേട്ടതും അവർ ചിരിച്ചുകൊണ്ട് തലയാട്ടി. കൂടുതൽ സംസാരിച്ചതിൻ്റെ ആയിരിക്കും മോളുടെ മുഖത്ത് നല്ല ചുവപ്പുണ്ട്, ഒരു പ്രസരിപ്പൊക്കെ. അവർ അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞതും അവൾക്ക് ആകെ നാണക്കേട് പോലെ തോന്നി. അമ്മയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് അവൾക്കും മനസ്സിലായി. എനിക്ക് ഉറക്കം വരുന്നു, ഞാൻ പോയി കിടന്നിട്ട് വരാം. അതും പറഞ്ഞ് അവൾ അവിടെ നിന്നും വലിഞ്ഞു. കഷ്ടം തന്നെ, അവളുടെ മുഖത്ത് ചളുപ്പുണ്ട്. അവൾ പോയ വഴിയെ നോക്കിക്കൊണ്ട് ഗിരിയുടെ അമ്മ ഗിരിയോട് പറഞ്ഞതും അവൻ കണ്ണു ചിമ്മി കാണിച്ചു. അവനും അവളോടൊപ്പം മുറിയിലേക്ക് കയറിപ്പോയി. ഗിരിയേട്ടൻ ഇത് എന്തു പണിയാണ് കാണിച്ചത്? അമ്മയോട് അങ്ങനെയൊക്കെ പറയേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അയ്യേ, അമ്മേൻ്റെ മുഖത്തോട്ട് നോക്കി പറഞ്ഞപ്പോൾ ഞാനങ്ങ് വല്ലാണ്ടായിപ്പോയി. അവൻ മുറിയിലേക്ക് കയറി വന്നതും അവൾ ശ്വാസം എടുക്കാതെ തന്നെ അവനോട് ചോദിച്ചു.
എടി ഞാനും എൻ്റെ അമ്മയും ബെസ്റ്റ് ഫ്രണ്ട്സിനെ പോലെയാണ്. ഞാനിപ്പോൾ അത് പറഞ്ഞില്ലെങ്കിൽ പോലും അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം നമ്മളിന്നലെ എവിടേക്കാ പോയതെന്ന്. അമ്മയോട് അങ്ങനെ ചളിപ്പൊന്നും തോന്നേണ്ട കാര്യമില്ല. അതുകൊണ്ടല്ലേ ഞാനങ്ങനെ പറഞ്ഞത്. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാലും ഞാനങ്ങ് ഇല്ലാതെയായിപ്പോയി. അവൾ നഖം കടിച്ചുകൊണ്ട് അവനോട് പറയുന്നത് കേട്ട് അവന് ചിരി വന്നു. മുറിയിലേക്ക് വന്ന അവൻ ഷർട്ടൊക്കെ മാറിയിട്ടു. അവൾ കട്ടിലിലേക്ക് കിടന്നിട്ട് പുതപ്പെടുത്ത് പുതച്ചു. നീ എന്ത് ചെയ്യാൻ പോവാ? അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൾ നെറ്റി ചുളിച്ചു വെച്ചുകൊണ്ട് അവനെയും നോക്കി. ഞാൻ ഉറങ്ങാൻ പോന്നു. എന്താ? അവൾ സംശയത്തോടെ അവനെ നോക്കി പറഞ്ഞു. ഉറങ്ങണോ? അവൻ അവളെ നോക്കി മീശ പിരിച്ചതും അവൾ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. മര്യാദയ്ക്ക് കിടന്നുറങ്ങിക്കോ. അവൾ കപട ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ദേഷ്യം തിരിഞ്ഞു കിടന്നതും അവൻ അവളുടെ അടുത്തേക്ക് കിടന്നിട്ട് പുറകിൽ കൂടി അവളെ ചേർത്ത് പിടിച്ചു. അവൾ ചിരിച്ചുകൊണ്ട് അവൻ്റെ നേരെ തിരിഞ്ഞു. അവൻ്റെ നെഞ്ചോട് അവളെ ചേർത്ത് പിടിച്ചതിന് ശേഷം അവനവളുടെ നെറുകയിൽ തലോടി. അവൻ്റെ വാത്സല്യത്തോടെയുള്ള തലോടലിൽ അവൾ കണ്ണുകൾ പതിയെ അടച്ചു. ദിവസങ്ങൾ കടന്നു പോയിക്കൊണ്ടേയിരുന്നു. ഗിരിയും മിത്രയും പരസ്പരം സ്നേഹിച്ചു, പ്രണയിച്ചു. പല രാത്രികളും അവരുടേത് മാത്രമായിട്ട് മാറി. സെറയുടെ വയറ് ഓരോ മാസം കഴിയുമ്പോഴും വീർത്തു വന്നു. അവൾക്കിപ്പോൾ ആഹാരത്തോടൊക്കെ വെറുപ്പാണ്. അവളുടെ മമ്മിയാണെങ്കിൽ അവൾക്ക് എന്ത് വെച്ച് കൊടുക്കണം എന്നുള്ള കൺഫ്യൂഷനിൽ അവളുടെ ഇഷ്ടമുള്ള ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. പക്ഷേ അതൊക്കെ സെറ ഒരു സൈഡിൽ കൂടി കഴിക്കും, മറ്റൊരു സൈഡിൽ കൂടി ഛർദ്ദിച്ച് കളയും. അവൾക്ക് ഇപ്പോൾ ഓരോരോ ആഗ്രഹങ്ങളാണ്. പൊറോട്ടയും ചിക്കൻ കറിയും കുഴിമന്തി ബിരിയാണി ഒക്കെയാണ് മിക്കവാറും രാത്രിയിലെ ഭക്ഷണം. ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ ക്രിസ്റ്റിയുടെ ഫോണിലേക്ക് കോൾ വരും. പിന്നെ അന്നത്തെ ദിവസം രാത്രിയിൽ എന്താണെന്നുള്ള മെനു അവനോട് പറയും. അവൻ ഓഫീസിൽ നിന്നും തിരികെ വരുമ്പോൾ അവൾ പറയുന്ന ആഹാരമായിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. അവൻ കൊണ്ടുവരുമ്പോൾ എല്ലാം ആർത്തിയോടെ അവൾ കഴിക്കുമെങ്കിലും രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ അവൾക്ക് ഛർദ്ദിക്കാൻ വരും. അതൊരു സ്ഥിരമായപ്പോൾ ക്രിസ്റ്റി ഹോട്ടലിൽ നിന്നുള്ള ആഹാരം വാങ്ങിക്കുന്നത് നിർത്തി. പകരം കുറേ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ അവളെ കൊണ്ട് കഴിപ്പിക്കും. അവൻ്റെ സ്നേഹത്തിൽ ഓരോ ദിവസം കഴിയുകയാണ് സെറ. അവൾക്ക് വേണ്ടി ദിവസം നിറയെ സ്നേഹം കൊടുക്കാൻ അവളുടെ ഇച്ഛായനം.